നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അന്നന്ന് കാണുവാനായി ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. ഇന്ന് നമുക്ക് പെപ്പർ ബീഫ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി അരിഞ്ഞ ബീഫാണ് ആവശ്യമായിട്ടുള്ളത്. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, തേങ്ങാക്കൊത്ത് 3 പീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്, ഒരു 20ഓളം ചെറിയുള്ളി നടുവേ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, 2 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2-3 മല്ലിയില എടുത്തിട്ടുണ്ട്, 2 സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 3 കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനായി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം. എന്നാൽ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യം ഒരു കുക്കർ എടുക്കുക. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കഴുകി മാറ്റി വെച്ച ബീഫ് ഇടുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി പകുതി ഇടുക. ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പകുതി ഇടുക. ചെറിയുള്ളി മുഴുവനായും ഇടണം. പച്ചമുളക് പകുതി ചേർക്കുക. ബാക്കി സാധനങ്ങളൊക്കെ തൽക്കാലം മാറ്റി വെക്കുന്നുണ്ട്, അത് പിന്നീട് ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഇനി ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത ശേഷം കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കുക. വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ നിന്നും ബീഫിൽ നിന്നുമൊക്കെ വെള്ളം ഇറങ്ങിക്കൊള്ളും. എൻ്റെ കുക്കറിൽ ഒരു 10 വിസിൽ അടിച്ചതിന് ശേഷമാണ് ബീഫ് നന്നായി വെന്തിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അരിഞ്ഞു വെച്ച സവാളയും കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് നന്നായി വഴറ്റുക. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇടുക. സവാള നന്നായി വഴറ്റി ഒരു ബ്രൗൺ നിറത്തിലാവുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും അതിലേക്കിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി വേവിച്ച് വെച്ച ബീഫ് വെള്ളമില്ലാതെ കോരിയെടുത്ത് അതിലേക്ക് ഇടുക. ഇത് വേവിച്ച വെള്ളം കളയാതെ മാറ്റി വെക്കണം. ഇത് പിന്നീട് ചേർക്കണം. ഒരു 10 മിനിറ്റ് ബീഫ് നന്നായി വഴറ്റിയതിന് ശേഷം മാറ്റിവെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം നമ്മുടെ പെപ്പർ ബീഫ് റെഡിയാവാനായി. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്തും മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർക്കാനുണ്ട്. ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായി ഫ്രൈ ചെയ്യുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. ശേഷം ഒരു കൊളുന്ത് കറിവേപ്പില അതിലേക്കിട്ട് ഇളക്കി ബീഫിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിനു മുകളിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി വിതറുക. അപ്പോൾ നമ്മുടെ കുരുമുളകിട്ട് വരട്ടിയ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇന്നത്തെ പെപ്പർ ബീഫ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഓക്കെ ബൈ. സീ യു ഫ്രണ്ട്സ്.